ഏറ്റവും സമാനതകളില്ലാത്തൊരു ദുരന്തത്തിൽ അനുഭവപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ. എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ്. അപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, ലോകോത്തര മാതൃകയിൽ നിങ്ങൾക്കൊരു ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഞങ്ങളന്ന് അങ്ങനെ നമ്മൾ ഈ ലോകോത്തര ഒരു മാതൃക നമുക്ക് കേരളത്തിൽ ഇല്ലായിരുന്നു, നമ്മളെ ഈ ലൈഫിലെ അനുഭവത്തിൽ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ വീട് പണി തുടങ്ങി, അവിടുത്തെ സ്ഥലമെടുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇപ്പോൾ ഞങ്ങൾക്ക് ലോകോത്തര മാതൃകയിലുള്ളൊരു വീടല്ല തന്നിട്ടുള്ളത്, ഒരു റിസോർട്ടിന് തുല്യമായ ഒരു ഭവനമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ സന്തോഷം നേരിട്ട് അറിയിക്കുക. മുഖ്യമന്ത്രിൻ്റെ പലവട്ടം അവിടെ ഉദ്ഘാടനത്തിനൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും, പക്ഷേ ഇതുപോലെ ഞങ്ങൾക്ക് മാത്രമായിട്ട് കാണാനുള്ളൊരു അവസരം കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറേ ശ്രമിച്ചു. ഇപ്പോഴാണ് കിട്ടിയത്. ആ സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് മുഖ്യമന്ത്രിയോട്? ജയിച്ചു കഴിയുമ്പോൾ മക്കളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, ജയിച്ചിട്ട് വരാം. അവിടെ വീട് നിലവിൽ കിട്ടിയിട്ടുണ്ട്. വീട് താമസം തുടങ്ങിയിട്ടില്ല, ഇനി കുറച്ച് പണികൾ കൂടെ ഉണ്ട് ചെയ്യാൻ. ഉടനെ തന്നെ തുടങ്ങാൻ പറ്റും. പരാതികളൊന്നും ഇല്ലാത്ത രീതിയിൽ? പരാതികളൊന്നുമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വർക്കുകളൊക്കെ. ഇനി കുറച്ച് ചെറിയ ഇത് തന്നെയുള്ളൂ. എന്തായാലും ആ ഒരു സ്നേഹം മുഖ്യമന്ത്രിയോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ധർമ്മടത്തേക്ക് എത്തിയത്. സ്നേഹം മാത്രമേ ഉള്ളൂ എപ്പോഴും. ഒരുപാട് നന്ദി.